ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ അനബെല്ല് ഡോളിനെ മ്യൂസിയത്തിൽ നിന്നും പുറത്തെടുത്തു. അന്നു മുതൽ അവൻ ഉറങ്ങിയത് അല്ല. അവസാനിച്ചത് മരിച്ച നിലയിലാണ്. ഈ കഥ സിനിമയല്ല, ഇത് സംഭവിച്ചുള്ള യഥാർത്ഥ സംഭവമാണ്. പലരെയും ഭീതിപ്പെടുത്തിയ അനബെല്ല്, അതിനെ കൈകാര്യം ചെയ്ത പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ മരണം പിന്നിൽ എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് ആ രഹസ്യത്തിലേക്ക് കടക്കാം. 1970കളിൽ ആരു ആണ് അനബെല്ലിനെ ആദ്യമായി കണ്ടെത്തിയത്? ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ആദ്യം ഈ ഡോളിനെ സ്വന്തമാക്കിയത്. പിന്നീട് അപ്രത്യക്ഷമായ വസ്തുക്കൾ, സ്വന്തം ഇഷ്ടാനുസരണം ഡോൾ നീങ്ങുന്നത്, രക്തം പോലുള്ള കറുപ്പ് പാടുകൾ എന്നിങ്ങനെ സംഭവങ്ങൾ തുടർന്നപ്പോൾ അവർ ഇത് ആയ ലൊറെയ്ൻ വാറൻസിനോടാണ് ഏൽപ്പിച്ചത്. അവർ അനബെല്ലിനെ ഒരു നിശബ്ദ കിളിമാനിൽ അടച്ചു. ആ പേടിദായിനിയായ ഡോൾ പിന്നെയൊരിക്കലും പുറത്തെടുക്കാനാകില്ലെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ, മെക്സിക്കോ, ജപ്പാൻ വരെ വിസ്മയം പരത്തി. ഒരു ചെറുപ്പ പാരനോർമൽ യൂട്യൂബർ ഡാനിയൽ പിവേഴ്സ്, അവൻ തന്റെ ആരാധകരെ ഇംപ്രസ് ചെയ്യാനായി വാറൻസ് മ്യൂസിയത്തിൽ അത്യന്തം അപകടകരമായ ഒരു നീക്കം ചെയ്തു. അനബെല്ലിനെ പുറത്തെടുത്ത് ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തു. അയാളുടെ അവകാശം, ഈ ഡോൾ ഒരു പാവമാണ്, ഭയം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ അതിന് പിന്നാലെ സംഭവിച്ചത്, അനബെൽ ഡോളിനെ തൊട്ട 72 മണിക്കൂർക്കുള്ളിൽ ഡാനിയൽ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഒരു മരത്തിലേക്ക് ഇടിച്ചു. അവൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പോലീസ് റിപ്പോർട്ട് പറഞ്ഞു. കാർ ബ്രേക്ക് പണിയായിരുന്നില്ല. സിസിടിവി കാണിക്കുന്നത് ഡാനിയൽ ഒരുപാട് നിരാശയിലായിരുന്നു. പക്ഷേ ഒരു വിഷമകാരണമോ ഭയങ്കരമായ അനിയന്ത്രിത ഭാവമോ ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു ചോദ്യം, അനബെല്ല് പ്രതികരിച്ചോ? അനബെല്ലിനെക്കുറിച്ചുള്ള ഒരേയൊരു മുന്നറിയിപ്പ് എല്ലാവരും മറക്കുന്നു. ഇത് കളിയല്ല, ഇതൊരു പ്രേതം ബാധിച്ച പാവയാണ്. വാറൻസ് പറയുന്നു, അനബെൽ വലിയതും ശക്തിയുള്ളതുമായ ഒരു ദുഷ്ട ആത്മാവിന്റെ താമസമാണ്. ആത്മാവിന്റെ ലക്ഷ്യം മനുഷ്യനെ ഭയപ്പെടുത്തി അവന്റെ ആത്മാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കുക. ഡാനിയൽ ആ മുന്നറിയിപ്പ് അവഗണിച്ചു. അതിന്റെ വിലയാണ് അവന്റെ ജീവിതം. ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അനബെൽ പോലുള്ള ഒബ്ജക്റ്റുകൾക്ക് ദൈവിക അല്ലെങ്കിൽ ദുഷ്ടശക്തിയുണ്ടോ? ഇത് ഒരു ആകസ്മിക അപകടമോ? അല്ലെങ്കിൽ അനബെൽ വീണ്ടും പ്രതികരിച്ചോ? കമന്റിൽ പറയൂ നിങ്ങളുടെ അഭിപ്രായം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലെ കൂടുതൽ പാരാനോർമൽ സംഭവങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.